ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ വിചാരിക്കണം. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ മൾട്ടി കെറ്റിൽ കുക്ക് ചെയ്യുമ്പോൾ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാണിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബറെ കാണാൻ പോയ വിശേഷം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 2-3 പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നായിട്ട് 3 പ്രോഡക്റ്റ് അല്ല, അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഈ ഒരു മൾട്ടി കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ ഞാൻ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. യുപ്പി നൂഡിൽസാണ്, സിമ്പിളായിട്ടുള്ള, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞതല്ലേ, അപ്പോൾ ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ബട്ടറിൻ്റെ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹീറ്റ് ചെയ്തതിന് ശേഷം. അത് കുറച്ച് ചിക്കൻ പീസസ് മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അതൊന്നിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെന്തിട്ടി കേട്ടോ. ചെറിയ പീസസ് ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തിട്ടി. നല്ല ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കോ ബാച്ചിലേഴ്സിനൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് കഴിക്കണമെങ്കിലൊക്കെ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് കഞ്ഞി വെക്കാൻ, എന്തെങ്കിലും കുട്ടികൾക്ക് വല്ല പുലാവ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, യാത്രയിലൊക്കെ നമ്മൾ ട്രിപ്പൊക്കെ പോണ സമയത്ത് കുട്ടികൾക്ക് പുറത്തുനിന്ന് ഫുഡ് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ എന്താ ചിക്കൻ പീസസ് വെന്തതിന് ശേഷം അതിൽ തന്നെയുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തത്. പിന്നെ ഇതാ അതിൻ്റെ ഇപ്പിൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നൂഡിൽസും ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് നൂഡിൽസ് റെഡിയായി കിട്ടിയിട്ടാണ്. നല്ല അടിപൊളിയായിട്ട് കുക്ക് ഇതെടുക്കാനായിട്ട് പറ്റി. ഞാൻ പിന്നെ ക്ലീൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഉണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്തത്. അങ്ങനെ ചെയ്യുമായിരിക്കും നല്ലത്. നമ്മളിതിൻ്റെ എന്താ സംഭവങ്ങളൊക്കെ ഈ ഒരു പാനും ഒക്കെ ഒന്നിച്ച് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ എപ്പോഴും വല്ലാണ്ട് വെള്ളം ഒഴിച്ച് കഴുകാത്ത നല്ലത്. അപ്പോൾ ഒന്ന് ടിഷ്യൂ കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ യൂസ്ഫുള്ളാണ്, യൂസ് ചെയ്ത് നോക്കിയിട്ടും നല്ലതാണ്. ഇനി കൂടുതൽ കാലം യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാം കേട്ടോ. അപ്പോൾ ഇതാണ് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു റിവ്യൂ കേട്ടോ. നോൺ സ്റ്റിക്കാണ്. നമ്മൾ കുക്ക് ചെയ്തു ഷാലോ ഫ്രൈ ചെയ്തു എന്ന് കരുതിയിട്ട് ഒന്നും ഒട്ടി പിടിക്കുകയൊന്നുമില്ല. ടിഷ്യൂ കൊണ്ട് തന്നെ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് കഴുകിയെടുത്താൽ മതി. പിന്നെ ഇതാ അടുത്തത് അഗാരോൻ്റെ ഒരു 4 പീസ് കുക്ക് വെയർ സെറ്റാണ് കേട്ടോ. ഇതിൽ വരുന്നത് 24 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പാന്, 16 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സോസ് പാന് വിത്ത് ലിഡാണ് കേട്ടോ. അതേപോലെ തന്നെ 28 സെൻറ്റിമീറ്ററിൻ്റെ ഡീപ് ഫ്രൈ ചെയ്യാൻ പറ്റിയ ഒരു പാനും വരുന്നുണ്ട്. കാസ്റ്റ് അലുമിനിയത്തിൻ്റെ ആണ് കേട്ടോ. കാസ്റ്റ് അലുമിനിയാണ്. പിന്നെ ഇൻഡക്ഷൻ ബേസുമാണ്. ഗ്യാസിൽ ഉപയോഗിക്കാം, ഇൻഡക്ഷനിൽ ഉപയോഗിക്കാം കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയും നല്ല വെയിറ്റും ഒക്കെ ഉള്ള അഗാരോൻ്റെ ഒരു സെറ്റാണ്. ഇത് നമുക്ക് നല്ല ഓഫറിലാട്ടോ കിട്ടിയത്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഈ ഒരു ബിരിയാണി പോട്ടിനും ലിഡുണ്ട്, സോസ് പാനിനും ലിഡുണ്ട്, അതേപോലെ തന്നെ ഡീപ് ഫ്രൈ പാനിനും ലിഡുണ്ട് കേട്ടോ. പാനിന് മാത്രമേ ലിഡ് ഇല്ലാത്തുള്ളൂ. പക്ഷേ ഈ ഒരു ബിരിയാണി പോട്ടിൻ്റെ ലിഡ് തന്നെ സോസ് പാൻ ഫ്രൈ പാനിനും വേണമെങ്കിൽ സൂട്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. സൈസ് കറക്റ്റായിട്ട് വരും. അപ്പം 4 പീസിൻ്റെ ഒരു സെറ്റാണ്. 4 പീസും 3 ലിഡും അങ്ങനെ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഹാൻഡിലൊക്കെ നല്ല സ്റ്റേബിളാണ്, നല്ല കാണാനും നല്ല ക്ലാസി ലുക്കാണ്. ലിഡിനൊക്കെ നല്ല വുഡൻ ഫിനിഷിലുള്ള ഹാൻഡിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ ഇതാ അടുത്തത് ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പാൻ കേട്ടോ, കുഞ്ഞ് പാന്. ഇത് ഞാൻ വിചാരിച്ചത് നമ്മളെ കൗണ്ടർ ടോപ്പിൻ്റെ കളറ് ആ ഒരു വൈറ്റ് കളറാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ വന്നപ്പോൾ ഈ ഒരു ലൈറ്റ് ഗ്രേ കളറാണ് കേട്ടോ. ഇത് നിയം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പാനാണ്. 20 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കുഞ്ഞ് പാനാണ് കണ്ടാൽ തോന്നുന്നത്,
ചെറിയ ഭയങ്കര കുഞ്ഞിതായിട്ടാണ് വീഡിയോയിൽ കാണുമ്പോൾ തോന്നുക കേട്ടോ. പക്ഷെ നമ്മൾ അത്യാവശ്യങ്ങൾക്കുള്ള ഒരു 2-3 ആൾക്കുള്ള ഫാമിലിയിൽ അത്യാവശ്യം നമുക്ക് മീൻ വറുക്കാനോ ഇറച്ചി വറുക്കാനോ അതേപോലെ ഉപ്പേരി ഉണ്ടാക്കാനോ ഒക്കെ പറ്റിയ ഒരു സൈസാണ് കേട്ടോ. നീ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള റിവ്യൂ ഞാൻ പറയാം. ഇൻഡക്ഷൻ ബേസ് തന്നെയാണ്. ഹാൻഡിൽ വുഡൻ ഫിനിഷാണ്, പക്ഷെ വുഡല്ല കേട്ടോ. വുഡല്ലാത്ത എന്തോ ഒരു മെറ്റീരിയലാണ്. നല്ല സ്റ്റേബിളൊക്കെ തന്നെയാണ്, നല്ല വെയിറ്റും ഉണ്ട്. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. ഇനി ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഉപയോഗിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഉപയോഗിക്കുമ്പോൾ ഓരോ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അപ്ഡേറ്റ്സ് തരാം കേട്ടോ. പിന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ഈ ഒരു ടീ പോട്ടാണ് കേട്ടോ. ഈ ഒരു സോസ് പാനാണ്, ടീ പാൻ എന്ന് പറയാം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നെസ്റ്റേഷ്യൻ്റെ പ്രോഡക്റ്റാണ് കേട്ടോ. ബോറോസിലിൻ്റെയാണ്. നല്ല വെയിറ്റ് കുറഞ്ഞ നല്ല അടിപൊളി ലിഡും അതേപോലെ തന്നെ നല്ലൊരു സോസ് പാനുമാണ്. അത്യാവശ്യത്തിന് ചായയൊക്കെ ഉണ്ടാക്കാൻ നല്ല ഒരു പാനാണ്. നെസ്റ്റേഷ്യ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ പോർ ചെയ്യുന്നിടത്ത് ഒരു എഡ്ജ് കൊടുക്കുമല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നമുക്ക് ഒഴിക്കാനൊക്കെ സുഖമായിരിക്കും കേട്ടോ. വുഡിൻ്റെ തന്നെ ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ വേറെയും പോട്ട് വേറെയാണ് കേട്ടോ വന്നത്. ഞാൻ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഒരു സിലിക്കോണിൻ്റെ വാഷറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്യുമ്പോൾ വല്ലാണ്ട് ടൈറ്റ് ചെയ്തിട്ടില്ല ഞാൻ കേട്ടോ. ഇപ്പോൾ എന്തെങ്കിലും വെച്ചിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ, എനിക്കൊരു പേടി. അപ്പോൾ ഇതാ ഈ ഒരു റാഡ് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിട്ടാണ് കേട്ടോ ഹാൻഡിൽ ടൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഊരി വീണ് പോവേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല പ്രോഡക്റ്റാണ്. ഹാൻഡിൽ ഞാൻ പറഞ്ഞല്ലോ വുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതായിരുന്നു അടുത്ത പ്രോഡക്റ്റ്. ഈ ഒരു ഷൂ ആണ് കേട്ടോ. ഇതൊരു ഗാർഡനിങ് ഷൂ ആണ്, റബ്ബറിൻ്റെ ഷൂ ആണ് കേട്ടോ. എന്നെപ്പോലെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ പറമ്പൊക്കെ ഇറങ്ങി നനക്കലും ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു പ്രോഡക്റ്റാണ്. 40 സൈസിലാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. 39 മതിയായിരുന്നു. പക്ഷേ ഇങ്ങനെ റബ്ബറൊക്കെ ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും, ടൈറ്റായി കിടന്നാലും എന്നൊക്കെ വിചാരിച്ചിട്ട് 40 എടുത്തത്. ഞാൻ മീഷോയിലാണ് കേട്ടോ വാങ്ങിയത്. ഹിൽസൺ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. സത്യത്തിൽ ഞാൻ ബ്ലാക്കിൽ ഒരു ചെറിയ പ്രിൻ്റ് ആയിട്ടുള്ളതാണ് വാങ്ങിയത് കേട്ടോ. പക്ഷെ വന്നത് ഇതാണ്. പക്ഷേ പിന്നെ ഇട്ട് നോക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയപ്പോൾ പിന്നെ ഞാൻ മടക്കി വെക്കാനൊന്നും നിന്നില്ല. നല്ല പ്രോഡക്റ്റാണ്. നമ്മൾ പറമ്പൊക്കെ ഇറങ്ങുമ്പോൾ കാലിൽ മണ്ണാവാതിരിക്കാനും പിന്നെ നനയ്ക്കുമ്പോൾ വെള്ളമാവാതിരിക്കാനൊക്കെ നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. കല്ലും മുള്ളൊന്നും കയറാതിരിക്കാനൊക്കെ. അപ്പോൾ ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങാം. പിന്നെ ഇതാ നമ്മൾ വയനാട് പോയ വിശേഷങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ വീക്കെൻഡിൽ വയനാട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ താമരശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ഒരു വിലപ്പെട്ട സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ. അവരെപ്പോഴും നിങ്ങളെപ്പോഴാണ് വരിക എന്നിങ്ങനെ ചോദിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട് കൂടി പോകുമ്പോൾ വരാമെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ താമരശ്ശേരിയിൽ നിന്ന് ഒരു 14 കിലോമീറ്റർ ഉള്ളോട്ടായിട്ടാണ് കേട്ടോ അവരുടെ വീട്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ കട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നത്. നല്ല മഴയായിരുന്നു അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ കേട്ടോ. അങ്ങോട്ട് പോണ വഴിക്കൊന്നും മഴ ഉണ്ടായിരുന്നില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നല്ല ഭംഗിയുള്ള നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ട് അവരെ കാണാനുള്ള ആഗ്രഹത്തിൽ പോവാണ് കേട്ടോ. എൻ്റെ വിലപ്പെട്ട ഒരു സബ്സ്ക്രൈബറാണ് കേട്ടോ. എല്ലാ വീഡിയോസിനും നല്ല റെസ്പോൺസും അതേപോലെ തന്നെ കമൻറ്റും, കുറച്ച് ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ എന്താ വീഡിയോ ഇടാത്തതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേറ്ററും ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. സൂജ എന്നാണ് കേട്ടോ ഇത്താൻ്റെ പേര്. ഇത്തി മോനും മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഹസ്ബൻഡ് വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പം നല്ല ഹാപ്പിയായി, ആളും നല്ല ഹാപ്പിയായി, ഞാനും നല്ല ഹാപ്പിയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് പോന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവരെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വയനാട്ടിലേക്ക് പോയി തിരിച്ച് വരികയാണ് കേട്ടത്. പിറ്റേ ദിവസം തിരിച്ച് വരുമ്പോഴത്തെ വീഡിയോ ആണ്. അന്നത്തെ ദിവസം പിന്നെ വീഡിയോ എടുക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നല്ല ക്ലൈമറ്റാണ് കേട്ടോ വയനാട് ഉണ്ടായിരുന്നത്. നല്ലൊരു മഴയും തണുപ്പും ഒക്കെ കൂടെ ആയിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അന്നൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം തിരിച്ചു വരിക ചെയ്തു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. അപ്പോൾ പറയുന്നത് മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും, ബൈ.